morning to all. Welcome to our accountancy class. In the previous class, we discussed about preparation of income and expenditure account. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ് ഇൻ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സം സ്പെഷ്യൽ ഐറ്റംസ്, ചില ഐറ്റംസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ കാണിക്കുന്ന ചില ഐറ്റംസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഫൈനൽ അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ റെഗുലർ ഇൻകം ഓഫ് നോൺ ട്രേഡിംഗ് കൺസേൺ കളക്റ്റഡ് പീരിയോഡിക്കലി, മേ ബി വീക്കിലി, മന്ത്ലി ഓർ ക്വാർട്ടർലി. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെഗുലർ ഇൻകമാണ്. അത് കളക്ട് ചെയ്യുന്നത് ചിലപ്പം വീക്കിലി ആയിരിക്കാം, അതുപോലെ മാസത്തിലായിരിക്കാം, മന്ത്ലി ഓർ ക്വാർട്ടർലി, 3 മാസം കൂടുമ്പോഴായിരിക്കാം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഡെബിറ്റഡ് ആൻഡ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് സബ്സ്ക്രിപ്ഷൻ കാണിക്കുക. നെക്സ്റ്റ് ഫോർമാറ്റ്, കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് എക്സാമിന് സ്ഥിരമായിട്ട് 4 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾ കോളം വരയ്ക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ കോളം 2 എമൗണ്ട് കോളം വീതം വരച്ചിട്ട് വേണം കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ വർക്കൗട്ട് ചെയ്യാൻ. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, 2 കോളത്തിനും അനദർ 2 കോളത്തിനും എമൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. ദെൻ ആദ്യം എഴുതുക സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഫസ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ദെൻ താഴെ എഴുതുക ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ആഡ് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ്റെ അതുപോലെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷനും ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ നെക്സ്റ്റ് ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ. Then less closing subscription received in advance. Closing subscription received in advance. ആദ്യം സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ട് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അതുപോലെ ഏത് വർഷത്തെ സബ്സ്ക്രിപ്ഷനാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വർഷത്തേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവും. ആ അഡ്വാൻസും കൂടെ സബ്സ്ക്രിപ്ഷൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ അതിൽ നിന്നും ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ, അതായത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ ലെസ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ വർഷം മുൻകൂറായി വാങ്ങിക്കുന്ന അഡ്വാൻസ് മൈനസ് ചെയ്ത് കാണിക്കണം. കിട്ടുന്ന എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആവും. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അസർട്ടൈൻ the amount to be credited
in income and expenditure account for the year ended 31st December 2017. Then താഴെ എഴുതുക subscription received during the year rupees 8,000. Next, subscription outstanding 31st December 2017 rupees 3,000. Next one, subscription outstanding 1st January 2017 rupees 2,000. Then next one, subscription received in advance on 31st December 2017 rupees 1,000. Next one, subscription received in advance on 1st January 2017 rupees 500. Then question നോക്കൂ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 31st December 2017 സബ്സ്ക്രിപ്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ, അതായത് 31st December സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് rupees 8,000. ദെൻ ഈ സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഈ തന്നിട്ടുള്ള സബ്സ്ക്രിപ്ഷനോട് കൂടിയിട്ട് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അതേപോലെ ആ വർഷത്തേക്ക് വേണ്ടിയിട്ട്, അതായത് 2017 വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വർഷം ഓപ്പണിങ്ങിൽ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടാവും. ആ എമൗണ്ട് ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ നെക്സ്റ്റ് ലെസ് ചെയ്യാനുള്ളത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st January 2017, അതായത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്ത് കാണിക്കണം. ദെൻ അതേപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ഈ വർഷം അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള എമൗണ്ടും മൈനസ് ചെയ്ത് കാണിക്കണം. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December 2017. ഇത്രയും എമൗണ്ടുകൾ മൈനസ് ചെയ്ത് കാണിക്കണം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ആൻസർ വർക്കൗട്ട് ചെയ്യുക. കോളം വരയ്ക്കുക. ഒരു പർട്ടിക്കുലേഴ്സ് കോളം, 2 എമൗണ്ട് കോളം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ദെൻ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുക rupees 8,000. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുക ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2017. Add subscription received in advance on 1st January 2017 amount 500. ആദ്യത്തെ എമൗണ്ട് കോളത്തിൽ ആദ്യം നമ്മൾ എഴുതി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂറിങ് ദ ഇയർ, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2017 എമൗണ്ട് 3,000. ദെൻ നമ്മൾ കാണിച്ചു സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st January 2017. രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. അതായത് 3,000 + 500 3,500 എമൗണ്ട് കിട്ടും. ഈ ടോട്ടൽ ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് സെക്കൻഡ് എമൗണ്ട് കോളത്തിൽ കാണിച്ചിട്ടുള്ള 8,000 കൂടി ആഡ് ചെയ്ത് കാണിക്കുക. അതായത് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിങ് ദ ഇയർ എന്ന് പറഞ്ഞ എമൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് 11,500 കിട്ടും. അതായത് 11,500 രൂപ കിട്ടും. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുക ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st January 2017, അതായത് ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്. ഈ ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ആ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കുക. എമൗണ്ട് 2,000 ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക 2,000 ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st December
2017. മൈനസ് ചെയ്യേണ്ട എമൗണ്ട് 1000. ഈ എമൗണ്ട് ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുക. 2000 പ്ലസ് 1000 ടോട്ടൽ ചെയ്യുമ്പോൾ എമൗണ്ട് 3000. രണ്ടാമത്തെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക 3000. ദെൻ ഈ കിട്ടിയിട്ടുള്ള 3000 ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 11,500 നിന്നും മൈനസ് ചെയ്യുക. 11,500 നിന്നും മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 8,500. കിട്ടുന്ന എമൗണ്ട് 8,500, 8,500 രൂപ. ആ കിട്ടിയിട്ടുള്ള 8,500 നേരെ എഴുതുക എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ എമൗണ്ട് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ആ വർഷത്തേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള എമൗണ്ടും ആഡ് ചെയ്ത് കാണിക്കുക. ദെൻ അതുപോലെ ഓപ്പണിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ഈ വർഷം അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള എമൗണ്ടും മൈനസ് ചെയ്ത് കാണിക്കുക. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ എൻഡഡ് 31st December 2017. ദെൻ താഴെ എഴുതുക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2017 rupees 3,000. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 1st January 2017 rupees 2,000. നെക്സ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ received in advance on 31st December 2017 rupees 1,000. Next, subscription received in advance on 1st January 2017 rupees 500. Next, subscription to be credited in income and expenditure account rupees 8,500. Question: നന്നായിട്ട് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് ആൻസർ വർക്കൗട്ട് ചെയ്യുക. അതായത് സബ്സ്ക്രിപ്ഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഏത് വർഷമാണോ തന്നിട്ടുള്ളത് ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്ത് കാണിക്കണം. അതേപോലെ ആ വർഷത്തേക്ക് വേണ്ടി പ്രീവിയസ് ഇയറിൽ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് മൈനസ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി ഈ വർഷം അഡ്വാൻസ് വാങ്ങിയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്ത് കാണിക്കുക. ഇത്രയാണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്.